കുളിക്കാൻ പോവാടാ. കുളിച്ചിട്ട് വരട്ടെ. കുളി കഴിക്കണം. ആദ്യം ഞങ്ങൾ കണ്ടിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് കാണാം. അതെ, വെറുതെ വായി നോക്കി പോരാ, വല്ലവരും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ ചെയ്യണം. ആ ഇനി വാ, ഇരിക്കടാ. ആരോ വന്നു. അയ്യോ, ആരാ വന്നത്? ആരും വന്നതല്ല, ഇനി ഞങ്ങൾ കണ്ടടാ. അതിന് ഞങ്ങൾ കണ്ടില്ല. ആക്കടാ, നിങ്ങൾ പേടിപ്പിച്ചു പറഞ്ഞല്ലോ. ഇനി ആരെങ്കിലും വന്നാലും സിഗ്നൽ തരണ്ട കേട്ടാ. നമ്മളോടാ അയ്യേ, ഞാൻ നിന്റെ മുഖത്ത് ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടല് നിറയെ കൈകളുള്ള ഭീകര സത്വമായി സുഭദ്ര. ഇറങ്ങാനൊന്നും സമയമില്ല, നീ ഓടിക്കോ. കണ്ണു കാണാൻ വയ്യ, എനിക്ക് കാണാം. നീ ഓടി എങ്ങോട്ട്? കിഴക്കോട്ട്, കിഴക്കോട്ടോ. അയ്യോ പുല്ലേ, ഓടിക്കോടാ. മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ച് ആയിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ആ ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. ആ, മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ? ചളവാക്കാതെ പോടേ. നീ പറ. എടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷമമുള്ള കാര്യമല്ല ഇത്. നീ ഒറ്റയ്ക്ക് പോയാ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ആരും ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല. പോകുമ്പോ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകണം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നിച്ച് പോയ കാര്യം എളുപ്പം നടക്കും. ഇത് ഒറ്റയ്ക്ക് പോയാൽ ഏത് കാര്യത്തിനും മിണ്ടാതിരിക്കടാ. എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടി ചോദിക്ക് ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്, നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ. ചെല്ലടാ. ഒന്നൂടടി ഞെക്കിപ്പിടി. പറയാൻ
കൊണ്ട് കാണുമോ? എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്തിന്? ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മൾ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങനെ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ. കൊണ്ടില്ലല്ലോ, കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളതാ. അല്ലല്ല. പോടാ. നീ ഇപ്പൊ ചൂടാന്ന് എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു മോടിക്കളയാവോ? എടാ അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചതിയന്മാരെ തെണ്ടികളെ. ഗോവിന്ദൻകുട്ടി,